1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി സംസ്ഥാനത്ത് ഭാവിയിൽ കിഫ്ബി വഴി ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരി റെയിൽപാതയുടെ സ്ഥലമേറ്റെടുപ്പും എം സി റോഡ് നവീകരണമായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ എം സി റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി 5217 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി 1900 കോടി രൂപയും ചെലവിടുന്നു. കേശവദാസപുരം മുതൽ അങ്കമാലി വരെ നീണ്ടുകിടക്കുന്ന എം സി റോഡിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ളത് മെയിൻ സെൻട്രൽ റോഡെന്ന് വിളിക്കുന്ന എം സി റോഡിലാണ്. ലോകബാങ്ക് സഹായത്തോടെയുള്ള KSTP പദ്ധതിക്ക് ശേഷം എം സി റോഡിൽ നടക്കുന്ന ഏറ്റവും വലിയ മുതൽമുടക്കാണ് കിഫ്ബിയിലൂടെ സംഭവിക്കാൻ പോകുന്നത്. കിഫ്ബിയിൽ നിന്ന് 5217 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ എം സി റോഡ് നവീകരിക്കുന്നത്. എം സി റോഡിനെ 4 വരി പാതയാക്കുകയാണ് പ്രധാന പ്രവൃത്തി. ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊട്ടാരക്കര ബൈപ്പാസിനാണ്. വലിയ ഗതാഗതക്കുരുക്ക് നേരിട്ട് വേണം ഇപ്പോൾ എം സി റോഡിലെ യാത്രക്കാർക്ക് കൊട്ടാരക്കര കടക്കാൻ. ഇതിനുള്ള ശാശ്വത പരിഹാരമാണ് കിഫ്ബി സഹായത്തോടെയുള്ള നവീകരണം. ലോവർ കരിക്കം മുതൽ മൈലം വില്ലേജ് ഓഫീസ് വരെ 2.78 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും കൊട്ടാരക്കര ബൈപ്പാസ്. എം സി റോഡിലെ യാത്രക്കാരും പ്രദേശവാസികളും ഏറെ പ്രതീക്ഷയോടെയാണ് ബൈപ്പാസ് പദ്ധതിയെ കാണുന്നത്. എം സി റോഡ് സന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ നിലയിൽ കൊട്ടാരക്കര പട്ടണം ട്രാഫിക് കുരുക്ക് ഏറ്റവും വീർപ്പുമുട്ടുകയാണ്. KN ബാലഗോപാൽ കൊട്ടാരക്കരയുടെ MLAയും ധനകാര്യമന്ത്രിയുമായതിനു ശേഷം അദ്ദേഹം മുൻകൈയെടുത്ത് ഏറെ സാധ്യമായ നിലയിൽ എത്രയും പെട്ടെന്ന് ബൈപ്പാസ് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടമായി സർവേ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ആ തർക്കമില്ല. ബൈപ്പാസ് പൂർത്തിയാക്കുന്നതോടെ കൊട്ടാരക്കരയുടെ പ്രാദേശിക വികസനവും നടക്കും. IT പാർക്ക് പോലുള്ള കൊട്ടാരക്കരയിലെ പുതിയ സംരംഭങ്ങൾക്കും ബൈപ്പാസ് വികസനം സഹായകരമാകും. 300 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിലൂടെ കൊട്ടാരക്കരയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എം സി റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുത്ത് സ്ഥല ഉടമകളുമായി സംസാരിച്ച് തഹസീൽദാരടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അതിൻ്റെ വില നിശ്ചയിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയിലാണ്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നുള്ള മുതൽമുടക്കും കിഫ്ബിയിൽ നിന്നാണ്. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ കിഫ്ബി വഴി പണം മുടക്കുന്നത്. നമ്മൾ പണം കൊടുത്താലേ ചെയ്യൂ എന്നുള്ളൊരു ശൈലിയാണ് വന്നേക്കുന്നത് എല്ലാത്തിനും. ഈ റെയിൽവേക്ക് തന്നെ. പക്ഷേ കേരളത്തിൽ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഈ ശബരി റെയിൽവേ വരിക എന്നുള്ളത് ആ മേഖലയുടെ ആകെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിനി അതിനകത്ത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകണേ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ള കിഫ്ബി ഇതുവരെ 1,10,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി 38,608 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. കിഫ്ബി സഹായത്തോടെ എം സി റോഡിന്റെ നവീകരണവും ശബരി റെയിൽപാതയും യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.